പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ചിലരെങ്കിലും ആശുപത്രിയിലെ കാഷ്വാലിറ്റി കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കാഷ്വാലിറ്റിയിൽ പല കളർ കോഡുകൾ കാണുവാനായിട്ട് സാധിക്കും. ചുവപ്പ്, മഞ്ഞ, പച്ച, കറുപ്പ് എന്നിങ്ങനെ. ട്രിയാഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആളുകളെ അവർക്ക് എത്ര അടിയന്തരമായിട്ട് ശ്രദ്ധയും ശുശ്രൂഷയും ആവശ്യമാണെന്ന് അടിസ്ഥാനമാക്കി തരംതിരിക്കുന്ന പ്രക്രിയയാണ് ട്രിയാഷ്. ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കാഷ്വാലിറ്റിയിലെത്തുന്ന ആളുകൾക്ക് വൈദ്യ പരിചരണത്തിന് മുൻഗണന നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ച് അടിയന്തരാവസ്ഥയും അതിജീവനും അടിസ്ഥാനമാക്കിയാണ് ട്രിയാഷ് വഴി രോഗികൾക്ക് മുൻഗണന നൽകുന്നത്. അതിനായിട്ട് ഹൈ പ്രയോറിറ്റി എന്ന രീതിയിൽ പല കളർ കോഡുകളുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് രോഗികൾക്ക് നൽകേണ്ട ശുശ്രൂഷ പ്രയോറിറ്റി അനുസരിച്ച് അവരെ തിരഞ്ഞെടുക്കുന്നതാണ് ഈ കളർ കോഡുകൾ ഉപയോഗിക്കുന്നത്. ഇവയാണ് സ്റ്റാൻഡേർഡ് ട്രിയാഷ് വിഭാഗങ്ങൾ. ചുവപ്പ് കളർ കോഡ് സൂചിപ്പിക്കുന്നത് ഉടനടി ഇടപെടൽ ആവശ്യമുള്ള ജീവൻ അപകടപ്പെടുത്തുന്ന പരിക്കുകളാണ്. ചികിത്സയ്ക്കും ഉയർന്ന മുൻഗണനയാണ് ഇവിടെ നൽകുന്നത്. ഉദാഹരണം, ശ്വാസനാളത്തിൽ തടസ്സം, കഠിനമായിട്ടുള്ള രക്തസ്രാവം, ഷോക്ക് തുടങ്ങിയവയാണ്. മഞ്ഞ കളർ കോഡ് സൂചിപ്പിക്കുന്നത് ചികിത്സ ആവശ്യമുള്ളതും എന്നാൽ ഒരു ചെറിയ കാലതാമസം സഹിക്കുവാൻ കഴിയുന്നതുമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ്. ഉദാഹരണത്തിന് സ്ഥിരമായിട്ടുള്ള വയറിലെ പരിക്കുകൾ, ഷോക്ക് ഇല്ലാതെ വലിയ ഒടിവുകൾ. പച്ച കളർ കോഡ് സൂചിപ്പിക്കുന്നത് ചെറിയ പരിക്കുകളാണ്. ഉടനടി പരിചരണത്തിന് ഏറ്റവും കുറഞ്ഞ മുൻഗണനയാണ് ഇവിടെ നൽകുന്നത്. ഉദാഹരണങ്ങളാണ് ചെറിയ മുറിവുകൾ, ചെറിയ ഒടിവുകൾ, ഉരച്ചിലുകൾ ഇവയൊക്കെ. കറുപ്പ് കളർ കോഡ് സൂചിപ്പിക്കുന്നത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ സാന്നിധ്യത്തിൽ അതിജീവിക്കുവാൻ സാധ്യത ഇല്ലാത്ത ഗുരുതരമായിട്ടുള്ള മരണങ്ങൾ അല്ലെങ്കിൽ പരിക്കുകളാണ്. ഉദാഹരണം, തലയ്ക്ക് വിനാശകരമായിട്ടുള്ള ആഘാതം, പ്രതികരണമില്ലാതെ ഹൃദയാഘാതം. അങ്ങനെ ഓരോ കളർ കോഡ് സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രയോറിറ്റിയാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നത് ചുവപ്പ് കളർ കോഡാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഹൈ പ്രയോറിറ്റി. പ്രിയപ്പെട്ടവരെ, ഈ ട്രയാഷിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രയോറിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ വചനഭാഗം നമുക്ക് മുൻപിൽ മറ്റൊരു പ്രയോറിറ്റി ലിസ്റ്റാണ് ഒരുക്കുന്നത്. ഒരു ഹൈ പ്രയോറിറ്റി, അതായത് എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ഈശോയ്ക്കാണ് സ്ഥാനം എന്നതാണ്. ഹൈ പ്രയോറിറ്റി ഈശോയ്ക്കാണോ എന്നാണ് വചനം നമ്മോട് ചോദിക്കുന്നത്. ഈശോയ്ക്ക് ഹൈ പ്രയോറിറ്റി നൽകുവാനുള്ള 3 മാർഗങ്ങളാണ് ഇന്ന് വചനത്തിലൂടെ ഈശോ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ, സഹനത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിലെ ശക്തമായിട്ടുള്ള പ്രബോധനമാണ് ദൈവം സ്നേഹമാണ് എന്നത്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്, പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യന് വേണ്ടിയിട്ട് രക്ഷാകര പദ്ധതി ഒരുക്കിയത്, ഇസ്രായേലിനെ മോചിപ്പിച്ചത്, അവർക്ക് കാനാൻ ദേശം നൽകിയതുമെല്ലാം ദൈവസ്നേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള അടയാളങ്ങളാണ്. ഒടുവിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എല്ലാം ദൈവസ്നേഹത്തിൻ്റെ വിവിധ മാനങ്ങളാണ്. ഇപ്രകാരം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ചു സ്നേഹിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനാൽ തന്നെ ദൈവം നമ്മളെ കൽപ്പനകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിയമാവർത്തനം 6:5 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മോടും ആവശ്യപ്പെടുന്നതും ഇപ്രകാരം ദൈവത്തെ സ്നേഹിക്കുവാനാണ്. അതായത് ക്രിസ്തു ശിഷ്യൻ എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ സ്നേഹിക്കണം. സുവിശേഷത്തിലൂടെ ഈശോ പറയുകയാണ് മത്തായി 10:37, എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. അതിനർത്ഥം അവരെ വെറുക്കുവാനോ സ്നേഹിക്കാതിരിക്കുവാനോ അല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹം കലർപ്പില്ലാത്ത സ്നേഹമായിരിക്കണം. പ്രഥമ സ്ഥാനം ഈശോയ്ക്ക് നൽകണം. ഹൈ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയ്ക്ക് മാത്രമായിരിക്കണം. ദൈവം 1-ാം സ്ഥാനത്തായാൽ മാത്രമേ മാതാപിതാക്കളെയും മക്കളെയും ലോകത്തെയും ശരിയായി സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ.
സഭാപിതാക്കന്മാരുടെ പ്രബോധനം നമുക്ക് ഓർക്കാം. ഇപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ പഠിപ്പിക്കുന്നു, ഗോഡ് ഫസ്റ്റ് ആൻഡ് എവറിത്തിങ് എൽസ് വിൽ ഫൈൻഡ് ഇറ്റ്സ് പ്രോപ്പർ പ്ലേസ്. ദൈവം ഒന്നാം സ്ഥാനത്തായാൽ മറ്റെല്ലാം ശരിയായ സ്ഥാനത്തെത്തും. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ദൈവത്തേക്കാൾ വലിയൊരു സ്നേഹവും മനുഷ്യനെ രക്ഷിക്കുകയില്ല. ഇന്ന് മനുഷ്യൻ എല്ലാത്തിനും സമയം കണ്ടെത്തുന്നു. മൊബൈൽ ഫോണിന്, സോഷ്യൽ മീഡിയയ്ക്ക്, വിനോദങ്ങൾക്ക്, ജോലിക്ക്. പക്ഷെ ദൈവത്തിന് മാത്രം, പ്രാർത്ഥനയ്ക്ക് മാത്രം അവന് സമയമില്ല. ഒരു പുതിയ പഠനമനുസരിച്ച് മനുഷ്യൻ ദിവസത്തിൽ മണിക്കൂറുകളോളമാണ് ഫോണിൽ ചെലവഴിക്കുന്നത്. എന്നാൽ ദൈവത്തോട് സംസാരിക്കുവാൻ 5 മിനിറ്റ് പോലും ചിലപ്പോൾ അവൻ സമയം കണ്ടെത്തുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് ചോദിക്കുന്നു, നിൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ആരുടേതാണ്? ഹൈ പ്രയോറിറ്റി ആർക്കാണ് നൽകിയിരിക്കുന്നത്? എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് തന്നെയാണോ ഞാൻ സ്ഥാനം നൽകുന്നത്? രണ്ടാമതായിട്ട് ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം നൽകുവാനായിട്ടുള്ള മാർഗമാണ് കുരിശിൻ്റെ മാർഗം, സഹനത്തിൻ്റെ മാർഗം. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് ഒരു വലിയ വില നൽകേണ്ടതായിട്ട് വരും. അത് മറ്റൊന്നുമല്ല, ക്രിസ്തു കുരിശ് ചുമന്ന പോലെ നമ്മൾ കുരിശ് ചുമക്കണം. കുരിശെന്നാൽ വെറും ദുഃഖമല്ല, കുരിശെന്നാൽ വിശ്വസ്തതയാണ്, ഉത്തരവാദിത്വം സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ്. ഒരിക്കലൊരു യുവാവ് ജോലി സ്ഥലത്ത് അഴിമതിക്ക് കൂട്ടുനിൽക്കുവാനായിട്ട് വിസമ്മതിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവന് പ്രമോഷൻ നഷ്ടമായി. അവന് സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞു, കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് പ്രമോഷനും ഉയർന്ന ശമ്പളവും ലഭിക്കുമായിരുന്നു. പക്ഷേ അവർക്ക് മറുപടി നൽകി, ഞാൻ എൻ്റെ ഈശോയെ തള്ളി പറയില്ല, മനസാക്ഷിയെ വിൽക്കില്ല, എൻ്റെ ദൈവത്തെ വിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, അതാണ് കുരിശ്, അതാണ് സഹനം. ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്, സത്യം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ. മറ്റൊരു ഉദാഹരണം പറയട്ടെ. വിശുദ്ധ സെയിൻറ്റ് തോമസ് മൂർ രാജാവിൻ്റെ തെറ്റായ തീരുമാനത്തെ പിന്തുണയ്ക്കുവാനായിട്ട് വിസമ്മതിച്ചു. ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. തത്ഫലമായിട്ട് അദ്ദേഹത്തിന് അധികാരവും സമ്പത്തും ജീവനും നഷ്ടപ്പെട്ടു. മരണത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, ഐ ഡൈ ദ കിങ്സ് ഗുഡ് സർവൻ ബട്ട് ഗോഡ്സ് ഫസ്റ്റ്. ഞാൻ രാജാവിൻ്റെ നല്ല ദാസനായിട്ട് മരിക്കുന്നു, പക്ഷേ ആദ്യം ദൈവത്തിൻ്റെ ദാസനായി. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആത്മാവും കാതലും. ഇന്നെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഒരു യോയോ ജീവിതശൈലിയാണ്. അടിച്ച് പൊളിക്കണം, കുടിച്ച് മരിക്കണം. ദൈവമേ, സഹനങ്ങൾ പാടില്ല, ദുഃഖങ്ങൾ പാടില്ല, കഷ്ടപ്പാടുകൾ പാടില്ല, രോഗപീഠകൾ പാടില്ല, എപ്പോഴും സന്തോഷം മാത്രം, സുഖങ്ങൾ മാത്രം. ക്രിസ്തു ശിഷ്യന് യോജിച്ചതല്ല ഈ ജീവിത രീതി. കാരണം അവിടെ നിന്ന് പറയുന്നു മത്തായി 10:38, സ്വന്തം കുരിശെടുത്ത് എന്നെ നിഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. മൂന്നാമതായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ ദൈവ സ്നേഹം നമ്മെ സഹോദര സ്നേഹത്തിലേക്ക് നയിക്കണം. ദൈവസ്നേഹം സഹോദര സ്നേഹത്തിലേക്കുള്ള ഒരു ചാലക ശക്തിയായിട്ട് മാറണം. മത്തായി 10:42 നമ്മൾ വായിക്കുന്നു, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സഹോദര സ്നേഹം കൂടാതെയുള്ള ആരാധന ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ആമോസ് 5:21 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്. ദൈവത്തോടുള്ള സ്നേഹം പരസ്നേഹത്തിലൂടെ പ്രകടമാക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവന് എന്ന് പറയുകയും സഹോദരനെ ദേഷിക്കുകയും ചെയ്യുന്നത് കാപട്യമാണ്. അന്ത്യവിധിയുടെ മാനദണ്ഡവും ഇതുതന്നെയാണല്ലോ. മത്തായി 25 നമ്മൾ വായിക്കുന്നുണ്ട്, ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവൻ്റെ ഭക്ഷണവും നഗ്നന് വസ്ത്രവും രോഗിക്ക് ശുശ്രൂഷയും കാരാഗൃഹവാസിക്ക് സാമീപ്യവും പരദേശിക്ക് അഭയവും യേശുനാമത്തിൽ നൽകുമ്പോഴാണ് ദൈവത്തോടുള്ള സ്നേഹം അനർത്ഥമാവുക. ഇന്നത്തെ 1-ാം വായന നമ്മൾ കാണുകയുണ്ടായി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഒരു ശൂന്യകാരിയായിട്ടുള്ള സ്ത്രീ എലീശ പ്രവാചകന് ഭക്ഷണം ഒരുക്കുന്നു. പ്രവാചകന് വേണ്ടിയിട്ട് സ്വഭവനത്തിൽ ഒരു മുറി സജ്ജീകരിക്കുന്നു. ഈ പ്രവൃത്തി മൂലം അവൾക്ക് ഒരു പുത്ര സൗഭാഗ്യം ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന ഏത് ചെറുതും വലുതുമായിട്ടുള്ള പ്രവൃത്തികൾക്ക് ദൈവം പ്രതിഫലം നൽകും. ഓർക്കാം, ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചെറിയ കാര്യങ്ങൾക്കും വലിയ വിലയുണ്ട്. ഒരു പുഞ്ചിരി, ഒരു ആശ്വാസ വാക്ക്, ഒരു ഫോൺ കോൾ, ഒരു രോഗിയെ സന്ദർശിക്കൽ, വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നത്, ഇവയെല്ലാം ദൈവത്തിൻ്റെ കണ്ണിൽ മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ച നമുക്ക്
3 തീരുമാനങ്ങൾ എടുക്കാം. ഈശോയ്ക്ക് ഹൈ പ്രയോറിറ്റി നൽകും, 1-ാം സ്ഥാനം നൽകും. എല്ലാ ദിവസം തുടങ്ങുമ്പോൾ 5 മിനിറ്റെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുക്കാം. സ്വന്തം കുരിശ് വഹിക്കും, പരാതിപ്പെടാതെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റും. ഒരു നല്ല പ്രവൃത്തി ചെയ്യും, ഒരു രോഗിയെ സന്ദർശിക്കും, ഒരു ദരിദ്രനെ സഹായിക്കും, വിഷമിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആശ്വസിപ്പിക്കും. അങ്ങനെ ഹൈ പ്രയോറിറ്റി ഈശോയ്ക്ക് മാത്രം നൽകിക്കൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.